വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓൾറെഡി നിങ്ങൾക്ക് ബീജസങ്കലനം ഉണ്ടായിട്ടും ഇംപ്ലാന്റേഷൻ ഫെയിൽ ആയതിൻ്റെ ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പറയുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. ഡോക്ടറെ കണ്ട് ഈ ഡൗട്ട്സ് നിങ്ങൾ ഷെയർ ചെയ്യണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടോ എന്ന് സ്കാൻ ചെയ്തിട്ട് ഫർദർ ആയിട്ട് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സാധാരണയായിട്ട് നമുക്ക് ഓവുലേഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് അണ്ടം ശരീരത്തിലോട്ട് ഓവറിയിൽ നിന്ന് പൊട്ടി നമ്മുടെ ശരീരത്തിനകത്തോട്ട് എൻ്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു 24 hours അല്ലെങ്കിൽ 32 hours വരെ മാക്സിമം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. ഈ സമയത്ത് തന്നെ ഓൾറെഡി അവിടെ ബീജം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിലോ പ്രഗ്നന്റ് ആകാനായിട്ട് ഏകദേശം ഒരു 30 minutes അല്ലെങ്കിൽ മാക്സിമം ഒരു 1 hour മതി പ്രഗ്നൻസി അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ട്. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ബീജസങ്കലനമാണ്. ഈ ബീജസങ്കലനം അവിടെ നടന്നിട്ട് പിന്നെ ഒരു 6th ഡേയിലാണ് ഇംപ്ലാന്റേഷന്റെ പ്രോസസ്സ് തുടങ്ങുന്നത്. 6 to 12 days എന്ന് പറഞ്ഞൊരു റഫ് ഫിഗർ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഏകദേശം 9ാമത്തെയോ 10ാമത്തെയോ ദിവസമായിരിക്കും നമുക്ക് അവിടെ ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. ഈ സമയത്ത് ഇംപ്ലാന്റേഷൻ നടന്നാലും ബാക്കിയുള്ള പല പ്രവർത്തനങ്ങൾ ഇതിനു മുൻപേ തന്നെ നമ്മുടെ ഒരു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗില് നടക്കുന്നുണ്ട്. സെൽ ഡിവിഷൻ ഉണ്ടാവുന്നുണ്ട്. പലതരത്തിൽ സെൽ ഡിവിഷൻ നടന്ന് ആ ഒരു എംബ്രിയോയിനെ നറിഷ് ചെയ്യാൻ പാകത്തിൽ അതിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ വന്ന് ഇത്തരത്തിൽ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോൾ ചെറിയ ഹോർമോൺ ചേഞ്ചസ് നമുക്ക് ഉണ്ടാവുന്നു. അങ്ങനെ പലതരത്തിൽ ആ ഒരു മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ ചില ആളുകൾക്ക് ആ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ടൈം പീരീഡിൽ കുറച്ച് വ്യത്യാസങ്ങൾ കാണാനായിട്ട് സാധിക്കും. ചിലവർക്ക് ആ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോഴേക്കും ഭയങ്കര ടയേർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രൊജസ്ട്രോൺ ഹോർമോൺ ആ ഒരു എംബ്രിയോയെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൂട്ടിയൽ ഫേസ് മുതൽ തന്നെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ തളർച്ചയും ക്ഷീണവും ഒക്കെ ഉണ്ടാകുന്നത്. ഇനി നിങ്ങൾക്ക് ആ ഒരു ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ഒരു 6 to 12 days നടക്കുന്നുണ്ടെങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു പ്രോസസ്സിൽ തന്നെ നമുക്ക് അനുഭവപ്പെടുന്ന മറ്റൊരു പ്രഗ്നൻസി ലക്ഷണമാണ് ഇംപ്ലാന്റേഷൻ ഡിപ്പ് എന്ന് പറയുന്നത്. ഓൾറെഡി ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ടെമ്പറേച്ചർ നിങ്ങൾ മോണിറ്റർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ടെമ്പറേച്ചറിന് ബേസൽ ബോഡി ടെമ്പറേച്ചറിനകത്ത്, അതായത് നമ്മൾ ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസും ചെയ്യാതിരിക്കുന്നതിന് മുൻപുള്ള നമ്മൾ കിടക്കുന്ന സമയത്തുള്ള നമ്മുടെ ഒരു സ്ഥായി ആയിട്ടുള്ള ഭാവത്തിൽ നമുക്ക് എങ്ങനെയാണോ ടെമ്പറേച്ചർ ഉണ്ടാകുന്നത് അതാണ് ബേസൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഈ ബേസൽ ബോഡി ടെമ്പറേച്ചറിനകത്ത് ചെറിയൊരു ഡിപ്പ്, അതായത് ഒരു താഴ്ച നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പിറ്റേ ദിവസം ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. ഇങ്ങനെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയെന്നാണ്. അവിടെ ഉണ്ടായത് ഇംപ്ലാന്റേഷൻ ഡിപ്പ് ആയിരിക്കും. ഈ വ്യത്യാസവും നമുക്ക് അവിടെ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ആയിട്ട് ചെറിയ വേദന ഉണ്ടാകും. ക്രാംസ് എന്നാണ് ഇതിനെ പറയുന്നത്. ചെറുതായിട്ടുള്ള ഇപ്പൊ കുത്തുന്നത് പോലുള്ള വേദനയോ കൊളുത്തി വലിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ വലിഞ്ഞു മുറുകുന്നത് പോലെയുള്ള ഒരു വേദനയോ അസ്വസ്ഥതയോ ലെഫ്റ്റ് ഭാഗത്തോ റൈറ്റ് ഭാഗത്തോ ചിലർക്ക് സെന്റർ പോർഷനിൽ നേരെ താഴെ അടിവയറിന്റെ പോർഷനിലോ ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് മൂന്നും നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് വെരി ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങൾ നടന്നിട്ട് ഇംപ്ലാന്റേഷൻ ആയി കഴിഞ്ഞാലും ചില ആളുകൾക്ക് ഈ ഇംപ്ലാന്റേഷൻ നഷ്ടമായി പോകാറുണ്ട്. കെമിക്കൽ പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു ടേം കൊണ്ടാണ് ഇതിനെ പലപ്പോഴും വിശേഷിപ്പിക്കുന്നത്. അതായത് നമ്മൾ കാർഡിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ പ്രഗ്നൻസി നമുക്ക് നഷ്ടമായി പോകുന്ന അവസ്ഥ. ഇംപ്ലാന്റേഷൻ അവിടെ നടന്നിട്ടുണ്ടെങ്കിലോ ബീജസങ്കലനം അവിടെ നടന്നിട്ടുണ്ടെങ്കിലോ ആ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിനെ നറിഷ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് അഥവാ തടസ്സങ്ങൾ നമ്മുടെ യൂട്രസിനകത്ത് ഉണ്ടെങ്കിലാണ് ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. അത് ചിലപ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ആ ഒരു എൻഡോമെട്രിയൽ ലൈനിങ്ങിന് ഉണ്ടാവുന്ന പ്രശ്നത്തിനെയോ അല്ലെങ്കിൽ മറ്റു പല ആരോഗ്യ അവസ്ഥകൾ കൊണ്ടോ അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബീജത്തിനോ അണ്ടത്തിനോ ഫർദർ ആയിട്ട് മുൻപോട്ടേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ക്വാളിറ്റി കുറയുന്നത് കൊണ്ടോ അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാകാം കേട്ടോ. ഇത് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുന്നതിന്റെ ലക്ഷണമാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണം, ഞാൻ ഈ പറഞ്ഞ ടയേർഡ്നെസ് ആണെങ്കിലും അതുപോലെ നിങ്ങൾക്ക് ക്രാംസ് ആണെങ്കിലും സഡൻ ആയിട്ട് സ്റ്റോപ്പ് ആവാനായിട്ട് തുടങ്ങും. അതായത് പിന്നീട് അങ്ങോട്ടേക്ക് ഇതിന്റെ ഒരു അഡ്രസ്സ് ഉണ്ടാവില്ല. അങ്ങനെ ഒരു രീതിക്ക് നമുക്കിത് മാറാനായിട്ട് തുടങ്ങും. ഇംപ്ലാന്റേഷൻ ക്രാംസ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു സമയത്ത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് വേദന ഉണ്ടാകും. അതിനുശേഷവും പിന്നീട് അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു വൈറൽ അസ്വസ്ഥതയോ ബുദ്ധിമുട്ടോ ഒക്കെ നമുക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ടയേർഡ്നെസ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉള്ള ഒരു പ്രഗ്നൻസി ലക്ഷണമാണ്. എന്നാൽ സഡൻ ആയിട്ട് ഈ എല്ലാ പ്രഗ്നൻസി ലക്ഷണങ്ങളും നമ്മൾ കണ്ട എല്ലാ ചേഞ്ചസും നമുക്ക് മാറ്റം വരികയാണെങ്കിൽ അത് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആയതിന്റെ ഒരു സൂചനയായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും.
മെയിനായിട്ട് നമുക്ക് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. യൂട്രസിനകത്ത് എന്തെങ്കിലും ഫൈബ്രോയിഡോ പൊളിപ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ടുള്ള കാരണമാകും. കാരണം ആ ഗർഭസ്ഥ ശിശുവിനെ അവിടെ വളരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ആ ഫൈബ്രോയിഡ് അവിടെ ഉണ്ടാക്കുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് യൂട്രസിനകത്താണ് നിങ്ങൾക്ക് ഫൈബ്രോയിഡ് എങ്കിൽ അത് പ്രശ്നം ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ റീസൺ എന്താണ്? തിൻ എൻഡോമെട്രിയം. എൻഡോമെട്രിയൽ ലൈനിങ് തിന്നായി പോകുന്നത് അതിൽ പറ്റിപ്പിടിച്ചാണല്ലോ കുഞ്ഞു വളരുന്നത്. അപ്പോൾ കുഞ്ഞിന് അതിനെ പറ്റിപ്പിടിച്ച് വളരാൻ പാകത്തിന് അതിന്റെ റൂട്ട് അവിടെ ഉറക്കുന്നില്ല എങ്കിൽ, എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡായി പോവുകയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ടും നമുക്ക് ഇത്തരത്തിൽ ആ ഒരു പ്രഗ്നൻസി എളുപ്പത്തിൽ നഷ്ടമായി പോകുന്നതിന് കാരണമാവുന്നു. വളരെ ഏർലി സ്റ്റേജിൽ തന്നെ നഷ്ടമായി പോകുന്നതിന് കാരണമാവുന്നു. അടുത്ത ബുദ്ധിമുട്ടാണ് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ്. നമ്മുടെ പുരുഷന്റെ ബീജത്തിനോ സ്ത്രീയുടെ അണ്ടത്തിനോ എന്തെങ്കിലും ജനിതകപരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ തമ്മിൽ ചേർന്ന് കഴിഞ്ഞാലും ആ പ്രഗ്നൻസി സർവൈവ് ചെയ്യാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ അത് തമ്മിൽ ചേർന്നിട്ട് ചിലപ്പോൾ 1 മാസമായിട്ടുണ്ടെങ്കിലോ കുഞ്ഞിന്റെ ഗ്രോത്ത് അവിടെ വെച്ച് തന്നെ നിന്ന് പോകും. അതിന് പിന്നീട് അങ്ങോട്ട് സർവൈവ് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല. ചിലത് സർവൈവ് ചെയ്ത് പോയി കഴിഞ്ഞാലും കുഞ്ഞിന് മറ്റുള്ള എന്തെങ്കിലും ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് കുഞ്ഞിന് തന്നെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതും മറ്റൊരു റീസൺ ആണ്. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് സെൽ ഡിവിഷൻ സംഭവിക്കുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്നത്. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സെൽ ഡിവിഷൻ നടന്നിട്ടാണ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് അത് ഇംപ്ലാന്റ് ആകുന്നത്. അതായത് ആ ബീജങ്ങളും കോശങ്ങളൊക്കെ നല്ലതുപോലെ വീടിച്ചാണ് ആ ഒരു എംബ്രിയോ നമ്മുടെ യൂട്രസിനകത്ത് അറ്റാച്ച് ആവുന്നത്. അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അപാകതയുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടാകാം. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് സെമന് ക്വാളിറ്റി കുറവോ DNA ഇഷ്യൂസോ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് സംഭവിക്കാം. പുരുഷന്റെ ആ ഒരു സെമന് ക്വാളിറ്റി നല്ലതുപോലെ കുറവുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ആകുന്ന കുഞ്ഞിനും അതുപോലെ സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല. ലൈഫ് സ്റ്റൈലിൽ പുരുഷൻ ചേഞ്ചസ് കൊണ്ടുവരുന്നതും അവരുടെ ആരോഗ്യ രീതിയിലേക്ക് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുവരുന്നതും ആ ഒരു പ്രശ്നത്തെ ഒരു പരിധി വരെ തടയുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഒപ്പം നമ്മൾ എടുക്കുന്ന മെഡിക്കേഷൻസും പ്രോപ്പറായിട്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ മെഡിസിൻസ് എടുത്തു കഴിഞ്ഞ് നമുക്കത് നല്ലതുപോലെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട്, പക്ഷേ സഡൻ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ആയി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള മാസങ്ങളും കൂടെ ഒന്ന് മോണിറ്റർ ചെയ്യുക. അതായത് ഒരു 5-6 മാസമെങ്കിലും ത്രൂ ഔട്ട് നിങ്ങളത് മോണിറ്റർ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ പോയി കണ്ട് ഈ ഒരു സംശയം പ്രകടിപ്പിക്കണം കേട്ടോ. ഫർദർ ആയിട്ടൊരു സ്കാനിങ്ങോ ബ്ലഡ് ടെസ്റ്റോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. AMH നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അണ്ടത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ എൻഡോമെട്രിയൽ ലൈനിങ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോളിക്കുലാർ സ്റ്റഡി നടത്തി കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ സ്കാൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫൈബ്രോയിഡ് എന്തെങ്കിലും യൂട്രസിൽ ഉണ്ടോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഒന്ന് മോണിറ്റർ ചെയ്ത് കഴിയുന്നതിനോടൊപ്പം തന്നെ പുരുഷന്റെ സെമൻ അനാലിസിസും കൂടി ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചെയ്യണം. അത് ചെയ്ത് കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് വേണ്ടിയിട്ട് മെഡിസിൻസോ ഫൈബ്രോയിഡ് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള സർജറികളോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും. പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മോണിറ്റർ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പോലും കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടാകുന്നത് തിരിച്ചറിയാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരും. നിങ്ങൾക്ക് ഏജ് കൂടി പോകും. നമുക്ക് ആ ട്രീറ്റ്മെന്റ് നടത്തി കഴിഞ്ഞാലും എഗ് പ്രോപ്പറായിട്ട് ഗ്രോ ആകുന്ന സിറ്റുവേഷനും ഉണ്ടാവും കേട്ടോ. അത് ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഡോക്ടറെ കാണുന്നതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട മറ്റു പല കാര്യങ്ങളും കൂടിയുണ്ട്. ഒന്നാമതായിട്ട് നിങ്ങളുടെ വെയിറ്റ് മോണിറ്റർ ചെയ്യുക. നിങ്ങളുടെ ഏജും നിങ്ങളുടെ വെയിറ്റും ഫെർട്ടിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഫാക്ടേഴ്സ് ആണ്. ഏജ് കൂടി പോകുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ അണ്ടത്തിന്റെ ക്വാളിറ്റി കുറവാനായിട്ട് ചാൻസ് വളരെയധികം കൂടുതലാണ്. അതോടൊപ്പം തന്നെ നമുക്ക് വെയിറ്റ് ഭയങ്കര കൂടുതലാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഫാറ്റ് ഇഷ്യൂസ് കൂടുതൽ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രഗ്നൻസി ചാൻസ് കുറയാനായിട്ടും വളരെയധികം സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഏജിനനുസരിച്ചിട്ടുള്ള നിങ്ങളുടെ ഉയരത്തിനനുസരിച്ചിട്ടുള്ള ഭാഗമായിട്ട് നിങ്ങൾ വെയിറ്റ് ക്രമീകരിക്കുക. നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡും രണ്ടുപേരും ഇത് ശ്രദ്ധിക്കുക കേട്ടോ. ഐഡിയൽ വെയിറ്റ് ടു ഗെറ്റ് പ്രഗ്നന്റ് ഫാസ്റ്റ് എന്ന് ദിച്ചോസ് വേൾഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വെയിറ്റ് ചാർട്ട് കിട്ടും. അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഉയരത്തിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആണോ നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾ മോണിറ്റർ ചെയ്യുക. അതല്ലെങ്കിൽ കൃത്യമായിട്ടും പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റിലൂടെ നിങ്ങളത് വെയിറ്റ് കുറയ്ക്കാനായിട്ടും വർക്കൗട്ട്സ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഓവർ വെയിറ്റ് ആണെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെവി ആയിട്ടൊന്നും വർക്കൗട്ട് ചെയ്യാനായിട്ട് പാടില്ല. ജിമ്മിൽ പോയിട്ടാണെങ്കിലും ഒരുപാട് ഹെവി ആയിട്ട് വർക്കൗട്ട്സ് ചെയ്യാൻ പാടില്ല. അത് ഫെർട്ടിലിറ്റിയെ സാരമായിട്ട് തന്നെ ബാധിക്കും. മോഡറേറ്റ് ആയിട്ടുള്ള അളവിൽ ഡയറ്റും ഒപ്പം വർക്കൗട്ട്സും നിങ്ങൾ ക്രമീകരിക്കുകയാണെങ്കിൽ, അത് ഡയറ്റീഷ്യൻ്റെയും അതുപോലെ ജിം ട്രെയിനറുടെയും രീതിക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വെയിറ്റ്
ക്രമീകരിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ. രണ്ടാമതായിട്ട് ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഉറങ്ങി എഴുന്നേക്കുന്നത്, അതുപോലെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്, ഇതെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് ക്രമീകരിക്കുക. നമ്മുടെ ഉറക്കത്തിൽ വ്യത്യാസം വരുന്നതിനനുസരിച്ചിട്ട് ഹോർമോൺസിൽ ബുദ്ധിമുട്ടുണ്ടാകും, ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകും അതിനനുസരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് അത് ക്രമീകരിക്കുക. ഒപ്പം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കൃത്യമായിട്ടുള്ള ടൈമിലാണ് കഴിക്കുന്നതെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക കേട്ടോ. രാവിലത്തെ ഭക്ഷണം 11 മണിക്ക് കഴിച്ചിട്ട് ഉച്ചക്കത്തെ ഭക്ഷണം 3 മണിക്ക് കഴിച്ചിട്ട് വൈകുന്നേരം ഈവനിങ്ങിൻ്റെയും രാത്രിത്തെയും കൂടി കൂട്ടിയിട്ട് വൈകുന്നേരം കഴിക്കുന്ന ശീലം അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രോപ്പറായിട്ട് അവരുടെ ഫുഡ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഹസ്ബൻഡിനോടും ഇത് പറഞ്ഞു കൊടുക്കുക. അടുത്തത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം, ഫിസിക്കലി നിങ്ങൾ ആക്റ്റീവ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് വീട്ടമ്മമാർക്ക് അവരുടെ സ്വിച്ചിൽ എല്ലാം കിട്ടുന്നുണ്ട്. ഒരു കൈ വെച്ചൊരു സ്വിച്ച് ഇട്ടാൽ മതി, പലതും നമുക്ക് കിട്ടും. വാഷിംഗ് മെഷീൻ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ മിക്സി ആണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് അങ്ങനെ കിട്ടും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക, നമ്മൾ വണ്ണം കൂടി പോകുന്നുണ്ട്, നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് അല്ല. ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പാകത്തിലുള്ള എക്സസൈസുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ സമയത്ത് ഫോക്കസ് ചെയ്യേണ്ടത്. ഈ എക്സസൈസുകൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ടായിരിക്കും. അങ്ങനെയുള്ള എക്സസൈസുകൾ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതൊരു 15 മിനിറ്റ്സോ 20 മിനിറ്റ്സോ ഒക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയുള്ള ബാക്കിയുള്ള വർക്കൗട്ട്സുകളാണെങ്കിലും വെയിറ്റ് ലോസിൻ്റെ വർക്കൗട്ട്സുകളാണെങ്കിലും ഒരു 15 to 20 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ബോഡിക്ക് ഭയങ്കര റിഫ്രഷ്മെൻറ്റ് എഫക്റ്റ് കിട്ടും, നിങ്ങൾ ഭയങ്കര പോസിറ്റീവ് ആകും. അങ്ങനെ എളുപ്പത്തിൽ പ്രഗ്നൻസി കിട്ടാനായിട്ടും സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.